ഹലോ ഗഡീസ്, അങ്ങനെ നമ്മുടെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ ഡേ 5 ബാന ഹിൽസ് ഡേ ടു വ്ലോഗിലേക്ക് നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാം. ഈ ട്രിപ്പിൽ ബാന ഹിൽസിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അത് നമ്മൾ നടത്തുന്ന ഒരു ഗാമ്പിളാണ് എന്ന് മനസ്സിലായത് ഈ ഒരു ദിവസം സെക്കൻഡ് ഡേയിലാണ് നമുക്കത് മനസ്സിലാകുന്നത്. എന്തായിരുന്നു ആ ഗാമ്പിൾ എന്നുള്ള കാര്യം വഴിയെ പറയാം. തലേ ദിവസം ചെറിയ ആഘോഷങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെറിയ രീതിയിലൊന്നും ടയേർഡായിരുന്നു. ടയേർഡെന്ന് പറഞ്ഞാൽ ചെറിയ ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രാവിലെയൊക്കെ എഴുന്നേറ്റ് ആദ്യ കാഴ്ചയായ സൺറൈസ് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. കുറച്ച് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഗാമ്പിൾ, അതായത് ബാന ഹിൽസിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത് ഒരു ഗാമ്പിളാണെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രിപ്പ് ടോട്ടലി വെതറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. വെതറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നല്ല സണ്ണി ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളും ഇന്ന് രാവിലെ നല്ല ക്ലൗഡിയാണ്. ആ കാഴ്ചകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സണ്ണി ഡേ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു എന്താ പറയണ്ട, ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. ക്ലൗഡി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖക്കുറവുണ്ടായിരിക്കും. അത് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. രാവിലെ 8 മണിയായപ്പോൾ തന്നെ നമ്മളവിടെ സൺറൈസ് കാണാനായിട്ട് എത്തി. 8 മണിക്കല്ല സൺറൈസ്, എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നേരത്തെ എന്ന് പറയുമ്പോൾ 8 മണിയായി. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ കരുതിയത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എത്തിയത്. പക്ഷേ വന്നപ്പോൾ ആണ് കാര്യം മനസ്സിലായത്, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇത്ര വൈബൊന്നും അല്ലായിരുന്നു സൺറൈസ്. എങ്കിലും അവിടെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ എത്തി. അപ്പൊ വീണ്ടും നമ്മള് ഗോൾഡൻ ബ്രിഡ്ജിന്റെ അവിടെ എത്തിയോ കാണാൻ. നമ്മൾ വരുന്നേക്കാട്ടും മുമ്പ് നമ്മള് സന്തോഷ് ജോർജ് കുളങ്ങര ആളുടെ വിയറ്റ്നാം യാത്ര കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം ഇങ്ങനെ പൊരിച്ച് ആളത് കഴിക്കണം കണ്ടു. അത് കണ്ടോടുകൂടി എനിക്ക് കൊതിയിളങ്ങി. അതെന്തായാലും തപ്പിപ്പിടിച്ച് തിന്നേ പറ്റുള്ളൂ എന്നുള്ള വാശിയായിരുന്നു. അപ്പം ഇന്നലെ ഞങ്ങൾ കണ്ടില്ല, ഇന്ന് കണ്ടു. അപ്പം വീണ്ടും ഇങ്ങോട്ട് വന്നോക്കാണ് അത് കഴിക്കാൻ വേണ്ടി മാത്രം. നമ്മളങ്ങനെ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വിയറ്റ്നാമീസ് ഡോണറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, സോ നമ്മളത് എടുക്കാൻ പോവാണ്. അത് പറയണത് 2 പീസിന് 50 VND ആണ്. ഓ, ഈ പൊരിച്ച് വെക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടതായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് കരയാൻ പോവാ. ഇരുന്നു കേട്ടാ, അത് കഴിഞ്ഞു. സാധനം മൊത്തം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 1 മണിക്ക് 2 മണിക്ക് വരാൻ വേണ്ടിട്ട് ഞാനിവിടെ ഇരിക്കാൻ പോവാ. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ വന്നതാ. ഞാൻ പറഞ്ഞതാ. വേറെ വല്ല സ്ഥലത്ത് കിട്ടുമെന്ന് ചോദിച്ചു നോക്കൂ. വെറുതെ ഇല്ല ഇന്നലെ കാണാഞ്ഞേ. ഇത് കുറച്ച് ലിമിറ്റഡ് വേർഷൻ മാത്രമാണ് ഇവർ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് തീർന്നു പോകുന്നുണ്ട്. അപ്പം ഇന്നലെ ഞാൻ വിചാരിച്ചു നോക്കി ഈ കട ചിലപ്പോൾ അവധി ഇരിക്കുന്നെങ്കിൽ വിചാരിച്ച്. പിന്നെ ഇന്ന് ഈ പെണ്ണ് ഇങ്ങനെ, ഞാൻ കാലത്ത് വന്നപ്പോൾ ഈ പെണ്ണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യണ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ വരെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 10-15 എണ്ണം വറക്കണത് ഞാൻ കണ്ടു. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഒന്ന് നടന്ന് വരാനുള്ള ഗ്യാപ്പിൽ ആ വറുത്തത് മൊത്തം കഴിഞ്ഞു. ഇപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഇത് മെയിനായിട്ടുള്ള സ്ഥലത്ത് ചർച്ചിൻ്റെ അടുത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഉറപ്പൊന്നുമില്ല അത് കിട്ടുമോന്നുള്ളത്. നോക്കി നോക്കാം. ഇല്ലെങ്കിൽ തിരിച്ച് വീണ്ടും 1 മണി 2 മണിക്ക് വരാനാണ് പറയണത്. പക്ഷെ അത്ര നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഫുൾ പ്ലാൻ ഫോളോവും. ഈ ചെക്കൻ മസാജിന് കയറിയ കാരണം കൊണ്ട പറഞ്ഞതാ. ശരി, ആറ്റി നോറ്റി വന്ന സാധനം കിട്ടാത്തതുകൊണ്ട് നിമിഷയ്ക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നടന്ന് കാണിച്ച് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇച്ചിരി ദേഷ്യം കുറയുമല്ലോ, അതിനുശേഷം അപ്രോച്ച് ചെയ്യാന്നുള്ള രീതിയിൽ നിമിഷേനെ കൂട്ടി ഇവിടെ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങോട്ട് പോയി. ആദ്യം തന്നെ നമ്മൾ പോയത് ലൂവ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് പിരമിഡ് കാണാനും പിന്നെ ലൂണ കാസിൽ കാണാനായിട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം നമ്മൾ പോകുന്നത്. അടിപൊളിയായിരിക്കും. കാരണം കണ്ട ഓരോ സ്റ്റാറ്റുവിനും ഇതേപോലെ സൂം ചെയ്തിട്ടുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇതിലെ വഴിയൊന്നും വന്നിരുന്ന കുഴപ്പമില്ല. നമ്മളങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ സംഗതി കണ്ടത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയറി ടെയിൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയയിൽ റോസ് പാരഡൈസ് എന്ന് പറഞ്ഞ് കുറേ റോസസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഗൗൺ ഇട്ടൊരു പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. നിമിഷം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. തീരാത്ത കുറെ സ്ഥലങ്ങളുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാവണല്ലേ. ഇവിടെയാണ് ലൂണാർ കാസിൽ ഇവിടെ തുടങ്ങണല്ലോ. ഓക്കെ, ഇതാണ് ലൂണാർ കാസിൽ. പോവാം. Oh yeah, that's right. ചന്ദ്രനെ പോലെ ആക്കി വെച്ചിട്ടുണ്ടല്ലേ. ലെറ്റ്സ് ഗോ മോളിലോട്ട് പോവാം. താഴെ ഒന്നുമില്ല തോന്നുന്നല്ലേ. ഓക്കെ, ഫൈനലി നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഓൾറെഡി ഈ സാധനമാണ് ഇത്. എന്നിട്ട് എണ്ണയിലിട്ട് പൊരിക്കും, അതിന് ശേഷം അത് തരും. അതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് പൊരിക്കും, അത് നമുക്ക് തരും. ഇതാണ്.
പൊരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇപ്പൊ ഉണ്ടാക്കണ പെൺകൊച്ചിനും അവിടെ പൈസ കൊടുക്കണ പെൺകൊച്ചിനും ഒക്കെ എന്നെ പറയാം. കാലത്ത് വന്നിട്ട് കൊറേ നേരം അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നപ്പോ അവര് എല്ലാവരും വിളിച്ച് കളിച്ചോട്ടെ വന്നു. എന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കി ഇങ്ങനെ കഴിഞ്ഞ് കോരി വെച്ചപ്പോഴേക്കും ആൾക്കാർ കുറെ പേര് മുന്നിൽ വന്ന് നിന്നു. ഞാനാണെങ്കിൽ തൊട്ട് ബാക്കിലായിരുന്നു. പക്ഷെ ആ കുട്ടി ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച് 2 എണ്ണം പൊതിഞ്ഞിട്ട് അവർക്കൊന്നും നോക്കാണ്ട് അത് എന്നെ നോക്കായിരുന്നു. ഇപ്പുറത്തെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് നോക്കരുത്. അപ്പോഴേക്കും അല്ലെ നല്ല ചൂടപ്പം. ഇതിങ്ങനെ ചൂടപ്പം പോലെയാണ് വിറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സാധനം കഴിച്ചു. ഇതിന്റെ പേര് അതെ ഞങ്ങൾ തരാം. വിയറ്റ്നാമീസ് ഡോണറ്റ്. ഇത് എന്തോ ഒരു മാവ്, അതിലിങ്ങനെ എള്ള് ഇങ്ങനെ പുരട്ടിയിട്ട് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് എന്ന് വെച്ചാൽ കപ്പയും തേങ്ങയുമാണ്. അതിൻ്റെ ഒപ്പം ഇത്തിരി മധുരം കൂടി ഇട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്. എന്നിട്ട് ഇത് ഉരുട്ടി ഈ എള്ളിന് മുകളിലാക്കി എന്നിട്ട് ഇത് പൊരിച്ചെടുക്കും. ഇത്ര ഉള്ള സംഭവം. പക്ഷെ ടേസ്റ്റ് പുറമേ നല്ല ക്രിസ്പി, അകത്ത് നല്ല ഉള്ളി. ടേസ്റ്റ് മധുരം എന്ന് വെച്ചാൽ വല്ലാണ്ട് മധുരം നല്ല ഒരു ലൈറ്റ് ഒരു മധുരം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ബാനാ ഹിൽസിനോട് ബൈ ബൈ പറയാൻ പോവാണ്. നമ്മൾ പോയി നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഇപ്പോൾ താഴേക്ക് ഇറങ്ങാനായിട്ടുള്ള പരിപാടി നോക്കാൻ പോവാണ്. യെസ്, ഇനി നമ്മൾ പോകുന്നത് എങ്ങടാ? ഹോയാൻ. യെസ്, ഹോയാൻ. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ കേബിൾ കാറിൽ കയറി നമ്മൾ താഴത്തെത്തണം. അവിടെ നിന്നൊരു ഗ്രാബ് വിളിക്കണം. 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 2 മണിക്കാണ് നമുക്കവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നത്. അതാണ് നെക്സ്റ്റ് പരിപാടി. ഹൊയാനിലെത്താന്നുള്ളതാണ്. ഹൊയാൻ അറിയപ്പെടുന്നത് ഒരു ഓൾഡ് ടൗൺ ആയിട്ടാണ്. അപ്പം അവിടുത്തെ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നമുക്ക് പിന്നെ നോക്കാം. University of Medical Technology and Pharmacy. എന്ത് മരമാണല്ലേ? ബബ്ലൂസ് നാരങ്ങയല്ലേ? ടിങ് ടിങ്.